പൂജ പുറത്തേക്ക്, സിജോ അകത്തേക്ക്. സിബിൻ മാനസിക പിരിമുറുക്കത്തിൽ. വമ്പൻ ട്വിസ്റ്റുകളാണ് ബീബി വീട്ടിൽ നടക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 7ാം ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ആവേശഭരിതമായ, അതിലേറെ ആകാംക്ഷഭരിതമായ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു 6 പേരെ വൈൽഡ് കാർഡ് എൻട്രിയായി തിരഞ്ഞെടുക്കുന്നത്. വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ശേഷമാണ് ഗെയിമിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിച്ചത് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം ജാൻമണി ഷോയിൽ നിന്നും പുറത്തായിരുന്നു. വളരെ വികാരനിർഭര രംഗങ്ങളായിരുന്നു ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വരുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയിൽ കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്നു അവതാരകയും നടിയുമായ പൂജ. വീട്ടിലെത്തിയ അന്നു മുതൽ കൃത്യമായ ഗെയിം പ്ലാൻ പൂജ നടത്തിയിരുന്നു. മാത്രവുമല്ല, ബിഗ് ബോസ് ആരാധകരെ മുഴുവൻ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനവും പൂജ നടത്തി. കൃത്യമായി എല്ലാ എപ്പിസോഡുകളും അരച്ചുകലക്കി കുടിച്ചാണ് പൂജ വീട്ടിലേക്ക് എത്തിയതെന്ന സിബിന്റെ വാക്കുകൾ പോലും സത്യമാകുന്ന രീതിയിലുള്ള പ്രകടനമാണ് പൂജ കാഴ്ചവെച്ചതും. എന്നാൽ പൂജയുടെ ആരാധകർക്ക് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീക്കിലി എപ്പിസോഡിന്റെ ഭാഗമായി നടത്തിയ ടാസ്കിൽ പൂജയ്ക്ക് ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പൂജയ്ക്ക് ഡിസ്കിന് പ്രശ്നമായി എന്നാണ് സൂചന. അതേസമയം റോക്കി നടത്തിയ ഫിസിക്കൽ അസോൾട്ടിന്റെ ഇരയായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന സിജോ ഉടൻ തന്നെ വീട്ടിലേക്ക് കയറുമെന്നാണ് റിപ്പോർട്ടുകൾ. താടിയെല്ലിന് ഗുരുതരമായ രീതിയിൽ പരിക്ക് പറ്റിയ സിജോ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി സിജോ കയറിയാൽ ഒരുപക്ഷെ നല്ലൊരു ഗെയിമറായി മാറുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ കണക്കുകൂട്ടുന്നത്. കൃത്യമായി ഗെയിം കണ്ട ശേഷമാകും സിജോ ഉള്ളിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ആരാധകർ പറയുന്നതും. എന്നാൽ നല്ലൊരു കണ്ടസ്റ്റന്റായ സിബിൻ മാനസികമായി തകർന്ന അവസ്ഥയിലാണെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജാസ്മിനോട് മോശമായ രീതിയിൽ ഒരു ചേഷ്ട കാണിച്ചതിനെ തുടർന്ന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സിബിൻ എത്തിയിരുന്നു. എന്ന് മാത്രമല്ല, പവർ ടീമിൽ നിന്നും സിബിനെ പുറത്താക്കിയിരുന്നു. സാധാരണ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷമാണ് ബിഗ് ബോസ് പവർ റൂമിൽ നിന്നും പോകാൻ പറയുക. എന്നാൽ റിലാക്സ് ചെയ്യാൻ റൂമിലെത്തിയ സിബിനോട് പുറത്തേക്ക് പോകാൻ ബിഗ് ബോസ് പറഞ്ഞത് മാനസികമായി ആകെ തളർത്തിയിരുന്നു. ഇക്കാര്യം കൂടെയുള്ളവരുമായി സിബിൻ ചർച്ച ചെയ്യുകയും ചെയ്തു. സിബിൻ മാനസികമായി പിന്നോക്കം നിന്നാൽ ഗെയിമിന്റെ നിലവിലെ അവസ്ഥ എന്താകും? ജാസ്മിൻ ഗെയിം പ്ലാൻ മാറ്റി മുന്നേറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്.